എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന ലാലേട്ടൻ്റെ ബിഗ് ബോസ് മലയാളം 7ൻ്റെ പ്രൊമോയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടു കാണും. ഞാൻ പാട്ടിൽ നോക്കിയിട്ട് വായിക്കാം. പണി വരുന്നുണ്ട് ഇടത്തു നിന്നും വലത്തു നിന്നും ചരിഞ്ഞു നിന്നും മുകളിൽ നിന്നും താഴെ നിന്നും പാലും വെള്ളത്തിൽ നിന്നും നമ്മുടെ ബിഗ് ബോസിനുള്ള അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു പാട്ടാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ ലാലേട്ടൻ്റെ ഷൂട്ടിങ്ങും പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ പാട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം കഴിഞ്ഞ 6 സീസണിലായിട്ട് ഇവർ കാണിക്കുന്ന പോലൊന്നും ഒന്നും നടത്തില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് 4 മാത്രമാണ് ഇച്ചിരി പവറായിട്ട് തോന്നി. ബിഗ് ബോസ് വലിയ പവർ കാണിച്ചിട്ട് കാര്യമായിട്ടൊരു കാര്യം ടാസ്കോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല. പക്ഷേ ബിഗ് ബോസ് 4 അടിപൊളിയായിരുന്നു. കുറേ ടാക്സ് അല്ല ടാസ്കുകളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പ്രമോ വന്നു തന്നെ കാര്യമായി. കുറേ താമസിച്ചാണ് വന്നത്. പക്ഷെ നേരത്തെ അറിയാനും പറ്റി. ഇനി കിടപ്പുള്ള 3 ആഴ്ചകൾ. അപ്പോൾ പുതിയ പ്രൊമോസും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. ചിലപ്പം ഈ പാട്ട് എനിക്ക് അത്ര പോരാ. കൊച്ചു പിള്ളേർ എഴുതിയ പാട്ട് പോലെ ഞാനൊരു വീഡിയോ കണ്ടതിൽ കൊച്ചു പിള്ളേർ എഴുതിയ പാട്ട് പോലെ എന്തോ ഒന്ന് കാണിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ലാലേട്ടൻ നമുക്ക് കുറ്റം പറയാം. ലാലേട്ടൻ സൂപ്പറല്ലേ. പക്ഷെ ഇതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. ഈ പ്രേമയോട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അറിയത്തില്ല, ഇനി 2-3 ആഴ്ച ഇങ്ങനെ കുറേ പ്രൊമോസും കാര്യങ്ങളും ഇങ്ങനെ വരാനിങ്ങനെ കിടക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ലാലേട്ടൻ പുതിയ അതുപോലെ അതിൻ്റെ കൂട്ടത്തിലൊരു ലാലേട്ടൻ കുഞ്ഞിൻ്റെ പല്ലില്ലാത്തതിനെ ബിഗ് ബോസിൽ എടുക്കും എന്നൊക്കെ പറഞ്ഞൊരു പ്രൊമോയും വന്നിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പക്ഷെ അത് കുറേ മില്യൺസ് വ്യൂസൊക്കെ വരുന്ന വീഡിയോസ് ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. പ്രേമോ അടിപൊളിയായിരുന്നു. അടിപൊളി മീൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലാലേട്ടനായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടും. പക്ഷെ എനിക്കത്ര സ്ട്രോങ് പോരാ. പാട്ട് പണി വരുന്നുണ്ട് പാട്ടിൽ സ്ട്രോങ് ഉണ്ട്. പക്ഷെ ഒരു പവറില്ല. ഞാൻ പറയുന്നത് സത്യമല്ലേ. നിങ്ങൾ കമൻ്റ് അടിച്ച് എനിക്ക് പറയും. ഞാൻ പറയുന്നത് സത്യമല്ലേ. അതിനൊരു പവർ കുറവായിരുന്നു. എന്താ ചെയ്യാന്നറിയില്ല. നോക്കാം. എന്തായാലും ബിഗ് ബോസിൽ പോകുന്നവരെല്ലാം നല്ലോണം കളിക്കുക. പ്രേമോ കൊള്ളാവോ ഇല്ലയോ എന്നല്ല നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ബിഗ് ബോസിൽ പോയിട്ട് കളിക്കുക. കുറേ സ്ട്രോങ് ആൾക്കാരുടെ പേരൊക്കെയാണ് വന്നേക്കുന്നത്. ഇപ്പം കാണുന്ന പോലെ ആയിരിക്കത്തില്ല. സ്ട്രോങ് ഒന്നും കാണത്തില്ല. കഴിഞ്ഞ മറ്റേ പുള്ളിക്കാരൻ വന്നിട്ട് എന്തോ ഒലത്തുമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല. സത്യമല്ലേ. അതുപോലെ തന്നെ നമുക്ക് നോക്കാം. സ്ട്രോങ് ആയിട്ട് കളിക്കുക. ലൈവ് ട്രാക്കും മറ്റേ ട്രാക്കും മറിച്ച ട്രാക്കും ഒന്നും പിടിക്കാതെ ഇൻഡിവിജ്വലായിട്ട് കളിക്കുക. സത്യസന്ധമായിട്ട് കളിക്കുക. പക്ഷേ ബിഗ് ബോസ് അല്ല, ഇച്ചിരി കള്ളത്തരമൊക്കെ പറ്റും. പക്ഷേ എന്ന് വെച്ചാൽ ആത്മാർത്ഥത കളയണ്ട. കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടാൻ പോകണ്ട. ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അവിടെ ചെല്ലുമ്പോഴേ ഉള്ളൂ. എന്തായാലും ഈ വരുന്ന 16 പേരായാലും 20 പേരായാലും ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടിയിട്ടൊരു കാര്യവുമില്ല. ഇൻഡിവിജ്വൽ ഈ ഫ്രണ്ട്ഷിപ്പ് 4 പേര് ഫ്രണ്ട്ഷിപ്പ് കൂടി ലാസ്റ്റ് 4 പേര് ഫൈനലിൽ വരും, അല്ലെ 3 പേര് ഫൈനലിൽ വരുവാണെങ്കിൽ നിങ്ങൾ പറയുമോ അവന് കൊടുത്തേക്കെന്ന് പറയുമോ 50 ലക്ഷം രൂപ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ വെക്കണം. കളിക്കുക. അതുപോലെ ലവ് വെച്ച് കുഴപ്പമില്ല. പക്ഷേ ലവ് വന്നാലും പുറത്ത് ചെയ്യാമല്ലോ. ലവ് അകത്തൊന്നും പിടിച്ചിരിക്കണം. പക്ഷെ കോടിക്കണക്കിന് ആൾക്കാരെ കാണുന്ന ഷോയാണ്. അതുകൂടെ ഓർമ്മ വേണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ജാസ്മിനും ഗബ്രിയും കാണിച്ചിട്ടൊന്നും കാണിക്കാതെ മനമര്യാദയ്ക്ക് കളിക്കുക. ചീത്ത വിളിക്കാണ്ട് എന്തെങ്കിലും ചെയ്യുക. അതുമല്ല, ചീത്ത വിളിക്കുന്ന കാര്യം പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ പറയാൻ വെച്ചിരുന്ന വേർഡാണ് ഇത്. എടാ പൊടി പോടാ എന്നൊക്കെ വിളിക്കുന്ന ഒരു ചീത്തയല്ല. അങ്ങനെ വിളിച്ച ഒരു ചീത്തയായിട്ട് വിളിക്കും. ഇതിപ്പം പോടാ പോടി അവിടെ ചീത്ത വിളിക്കും. മായം പോയി അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. ഓടി പോടാന്ന് വിളിച്ച ഒരു ചീത്തയല്ല. അതൊന്നും കാര്യമാക്കാതിരിക്കുക. കളിക്കുക. സ്ട്രോങ് ആയിട്ട് കളിക്കുക. അല്ലാതെ ഒരു രക്ഷയില്ല. അപ്പോൾ പോകുന്ന ആൾക്കാരെല്ലാം സ്ട്രോങ് ആയിട്ട് സത്യസന്ധമായിട്ട് പറയാനുള്ള വാ തുറന്നങ്ങോട്ട് പറയുക. ഇങ്ങനെ ഇത് പറയുന്നുണ്ട് പറഞ്ഞങ്ങോട്ട് പെരുമാറുക. ഉപദ്രവിക്കാൻ പോലും എന്ത് പറയാം. എന്തായാലും നമ്മുടെ ഇത് പറഞ്ഞതിൻ്റെ വിട്ട് അവർ പറഞ്ഞതിൻ്റെ വിട്ട് വായി വരുന്നൊക്കെ വിളിച്ചു നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ലേ. ഇഷ്ടമല്ലത് വിളിച്ച് പറയാൻ. നെഗറ്റീവ് വന്നോട്ട്. ഇപ്പം എങ്ങനെയായാലും നെഗറ്റീവ് വരും. എത്ര പോസിറ്റീവായിട്ട് നിന്ന ആളായാലും ഒരു നെഗറ്റീവ് വന്നാൽ അത് ഫുള്ള് നെഗറ്റീവായി പോകും. അതുകൊണ്ട് നിങ്ങൾ കളിക്കപ്പോൾ സംസാരിക്കുക ചെയ്യുക. ഒരു മൂലയ്ക്ക് ഇങ്ങനെ സേഫ് ഗെയിം കളിക്കാണ്ട് മാന്യമര്യാദ കളിച്ചാൽ നിങ്ങൾക്ക് ജയിച്ചു പോവാം. സൂപ്പറായിട്ട് ജയിച്ചു പോവാം. ഇതിൽ ഒരാൾ ഫസ്റ്റ് വിന്നർ ആകും, 50 ലക്ഷം കിട്ടും. പക്ഷേ ഇതിൽ എല്ലാവരും പോയേക്കുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. എല്ലാവർക്കും ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ്. 4 ആൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ആൾക്കാർ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെഗറ്റീവ് വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് പോകുന്നെങ്കിലും ആൾക്കാരല്ല. ഇപ്പം അതിൽ എയർപോർട്ടിലൊക്കെ വരുമ്പോൾ ഇത്രയും ആൾക്കാർ സ്വീകരിക്കാൻ എത്ര ആൾക്കാരാണ് വരുന്നത്.
അപ്പോൾ അതനുസരിച്ച് ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് കാശ് വേണം, അത് ഇമ്പോർട്ടൻ്റ്. പക്ഷേ എനിക്ക് ആ എയർപോർട്ടിൽ വന്ന് എന്നെ സ്വീകരിക്കാൻ ആൾക്കാർ വരും എന്നൊക്കെ ഞാനിങ്ങനെ സ്വപ്നം കാണും. എന്ത് രസമാണ്. അപ്പം പോകുന്ന ആൾക്കാർ സൂപ്പറായിട്ട് കളിക്കുക. എൻ്റെ രാധേട്ടൻ്റെ പ്രമോ വന്നു. മൂന്നാമത്തെ പ്രമോ ആണെന്ന് തോന്നുന്നില്ലേ, രണ്ടോ പ്രമോയാണ്. ഇനി പ്രമോസുകളൊക്കെ ഇങ്ങനെ വരാനിരിക്കുന്നേ ഉള്ളൂ. സോറി, അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ വീഡിയോ ഇത് മൊബൈൽ അങ്ങോട്ട് പോയി. പ്രൊമോസുകളൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസിനും എൻ്റെ ചാനലിനും. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത പ്രമോസൊക്കെ കാണുന്നത് വരെ അടുത്ത വീഡിയോസുമായിട്ട് വരാം. പ്രമോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ, നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രമോസൊക്കെ വന്നുകൊണ്ടിരിക്കട്ടെ. അപ്പം ഓക്കെ, ടാറ്റ, ബൈ ബൈ.